വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അമ്മ ഇത് രാവിലെ തന്നെ ഒരു വഴിക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. ഞാനൊന്ന് എന്തായാലും വീഡിയോസൊക്കെ എടുക്കുന്നതാണ്. ഒന്ന് ഒരുങ്ങി വന്നേക്കാന്ന് കരുതി മുടിയൊക്കെ ഒതുക്കി കെട്ടാനുള്ള പരിപാടിയാണ് കേട്ടോ. പുതുതായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ആരോ ഒരാൾ കഴിഞ്ഞ വീഡിയോസിന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സിലാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായത്. ഒരു കമൻ്റ് ആണെങ്കിലും കാണുമ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടുന്നുണ്ട്. മുടി എൻ്റെത് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ. ഇതുവരെ മുടിക്ക് ഡാമേജോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ഞാനൊന്ന് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അതൊന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇത്തവണ ലെവലാക്കിയപ്പോൾ കുറച്ച് ലെങ്ത് അങ്ങ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മുടി പെട്ടെന്ന് വളരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ലോങ് ഹെയറിനേക്കാളും ഷോർട്ട് ഹെയറാണ് ഇഷ്ടം. കാരണം എൻ്റെ മുടി തിക്നെസ് വളരെ കുറവാണ് കേട്ടോ. പിന്നെ ഇതേ നോസ്പിന് കുത്തിയിട്ടുണ്ടായിരുന്നേ, അത് നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. കച്ചുൻ്റെ ഒരു ചവിട്ട് കാരണം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു ഓയിൽമെൻറ്റാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഒരു മൂക്കിൻ്റെ സൈഡിൽ ബമ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചിപ്പോൾ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാനിതാ വീഡിയോസ് എന്തായാലും എടുക്കുന്നതല്ലേ, ലിപ്പ് ലൈനറൊക്കെ വെച്ച് ലിപ്പൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. മൂക്കിന് ഞാനിതാ ഇപ്പോൾ ഈ ഒരു ഓയിൽമെൻറ്റാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിത് ഇപ്പോൾ ഞാനാകെ 3 ദിവസം അത്രേ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ചെറിയ രീതിയിലുള്ള മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി പൂർണ്ണമായും അത് മാറുമെന്ന് എനിക്ക് അറിയില്ല. അമ്മ ഇത് നേരത്തെ റെഡി ആയിട്ട് പോയതാണ്. അമ്മ പോയോ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. പിന്നെ ഇതാ മീൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മാമി മീൻ വാങ്ങാൻ കണ്ടിട്ട് കച്ചുകൂടി ഒരുമിച്ച് പോയിട്ടുണ്ട്. അമ്മ ഇത് ഓട്ടോന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അവർ അമ്പലത്തിൽ ഉത്സവമാണ് വരുന്നത്. അതിന് അമ്പലത്തിലേക്കുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതാണ്. കച്ചുവിനും ആലിക്കും നല്ല മൂടായതുകൊണ്ട് ഞാനെന്താ പെട്ടെന്നൊന്ന് അടിച്ച് വാരാം. ഇല്ലെങ്കിൽ എൻ്റെ ആ പണി അത് അവിടെ നിൽക്കും കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ അവർ 2-3 തവണ അവരെ പിന്നാലെ നടക്കേണ്ടി വരും. മക്കൾ 2 എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതാ 2 ഒന്ന് കുളിച്ചൊരുക്കി നിർത്താനായിട്ട് പോവാണ്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് കച്ചുവിനെ ആൻറ്റിക്കുട്ടീനെ രാവിലെ എഴുന്നേൽപ്പിച്ചാൽ കുളിപ്പിക്കാറുണ്ട് കേട്ടോ. ചില നേരത്തെ ഇതിനെ 2 ഈ വഴിക്കേ കാണില്ല. പിന്നെ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്തൊന്നും കുളിപ്പിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ബ്രഷും ചെയ്ത് ചായയും കുടിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ പണിക്ക് പോകുന്ന പോലെ അപ്പുറത്തെ വീട്ടിലോട്ടേക്ക് പോകും കേട്ടോ. വീട്ടിൽ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ കച്ചുവിന് പിട്ടാണ് വേണ്ടത്. പുട്ടാക്കിയ ദിവസമാണെങ്കിൽ കച്ചുവിന് ഇഡ്ഡലിയാണ് വേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ. കച്ചുവിന് എന്താണോ ഉണ്ടാക്കിയത് നേരെ തിരിച്ച് നമ്മളെ വീട്ടിലില്ലാത്ത സാധനമായിരിക്കും അവർക്ക് അന്ന് വേണ്ടത്. കാലുമുഖമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഞാനിതാ കച്ചുവിന് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കച്ചുവിന് മുടി കെട്ടി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നഷ്ടക്കച്ചവടമാണ്. എൻ്റെ സമയം നഷ്ടം മാത്രമേ ഉണ്ടാവും കേട്ടോ.
എന്താ വെച്ചാൽ ഞാൻ മുടി കെട്ടി ഒരു അരമണിക്കൂർ നിന്നാലായി അപ്പം തന്നെ അവിടെ മുടി 2 കഴിച്ച്. പിന്നെ ബുഷും കയ്യിൽ പിടിച്ചോണ്ടൊരു നടത്തമുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് കലി ഇങ്ങ് കയറി വരും കേട്ടോ. അവളോട് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഓരോ കുട്ടികൾ ഇതുപോലെ മുടിയൊക്കെ കെട്ടി ഫോട്ടോസൊക്കെ എടുത്തിട്ട് കാണുമ്പോൾ ശരിക്കും അതിശയാവും കേട്ടോ. എൻ്റെ 2 മക്കൾ ഇതുപോലെ തന്നെയായിരുന്നു. മുടി കെട്ടുന്നതോ അല്ലെങ്കിൽ വളയിടുന്നതോ അതുപോലെ മാലയിടുന്നതോ അതൊന്നും അവർക്ക് ഇഷ്ടമുണ്ടായില്ല കേട്ടോ. മാലയിടുന്നത് ഇപ്പോൾ 2 പേർക്കും ശീലമായിട്ട് വന്നിട്ടുണ്ട്. മുടി കെട്ടുന്നത് ആൻറ്റി ഇപ്പോൾ റെഡി ആയെങ്കിൽ കച്ചു ആ ഭാഗത്തേക്കേ വരില്ല കേട്ടോ. ആൻറ്റി ഭയങ്കര സൈലൻ്റ് ആണെങ്കിൽ കച്ചു ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ആൻറ്റി ഇത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ ഒരുപാട് തവണ ബാക്കിൽ തന്നെ നടന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ബ്രഷ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അമ്മയുടെ വണ്ടി ഇപ്പോഴും വന്നില്ല കേട്ടോ. അമ്മ ഇതാ ഇപ്പോഴും വെയിറ്റിംഗ് തന്നെയാണ്. പിള്ളേരെ ഡ്രസ്സ് ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഈ ഒരു ബാസ്ക്കറ്റ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെയും അമ്മേൻ്റെയും അച്ഛൻ്റെയും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. പിന്നെ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ കളിക്കുന്നതിൻ്റെ ഇടയിലും ഓരോ ഡ്രസ്സ് എടുക്കുക, ഇടുക, പോവുക, അങ്ങനെ എല്ലാ ഡ്രസ്സുകളും അഴുക്കാക്കി വെക്കും. അതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് വിചാരിക്കും ഇതിൻ്റെ മൊത്തം എടുത്ത് മാറ്റി വെക്കാണ്. പിന്നെ വിചാരിക്കും അത് എടുക്കാൻ പാകത്തിന് എല്ലാവർക്കും എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ തന്നെ ഇട്ട് വെക്കുക. ഇപ്പോൾ എല്ലാവരുടെ ഡ്രസ്സും മക്കളെ തന്നെ നല്ലതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് എടുത്ത് മാറ്റുന്നതാണ്. വീടിന് പെയിൻ്റ് അടിക്കുന്നവരൊക്കെ ആണെങ്കിൽ എൻ്റെ വാളിനടിച്ച ആ ഒരു കളർ തീമിനടിച്ച് നോക്കിക്കോട്ടെ, നല്ല ഭംഗിയുണ്ടാവും. ഫോട്ടോസ് എടുക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ റൂമിലൊക്കെ അടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ളവരെ തോന്നിക്കും കേട്ടോ. മുടി കെട്ടിയില്ലേ? എൻ്റെ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഇന്നൊരു ഡെലിവറി കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഡെലിവറി ബ്രദർ എൻ്റെ അനിയനും ഞാനും കൂടിയാണ് ചെയ്യുന്നത്. അവൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കൊടുത്തോളും. പിന്നെ മറ്റേത് ഞാനും അവനും കൂടിയാണ് കൊണ്ടു കൊടുക്കുന്നത്. അത് അവർക്ക് വീഡിയോസ് നല്ല വൃത്തിക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ തിരക്കിന് ഇതാ അടുക്കളയുടെ കോലൊന്നും നോക്കണ്ട. ഇനി ഇത് ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഇതൊന്ന് ക്ലീൻ ചെയ്തിടണം. അമ്മ രാവിലത്തെ പോക്കിൻ്റെ ഇടയിൽ ഇത് മൊത്തം വായി വലിച്ചിട്ടിട്ടാണ് പോയിട്ടുണ്ടായത്. ഇനി ഇത് ക്ലീൻ ചെയ്ത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഇന്ന് രാവിലെ ചായക്ക് കഴിക്കാൻ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതാ ഞാൻ ആൻലിക്ക് 2 ഇഡ്ഡലി കൊടുക്കുന്നുണ്ട്. 2 ഇഡ്ഡലി എന്ന് പറയുമ്പോൾ കച്ചു ഇടക്ക് കയറി വരും കേട്ടോ. അപ്പോൾ പിന്നെ 2 അടിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ഇഡ്ഡലി വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ 2ഉം കൂടി ഷെയർ ചെയ്ത് കഴിച്ചോളും. രണ്ടാളും സ്റ്റാർട്ടിങ്ങിന് നല്ല സ്നേഹത്തോടെ കഴിച്ചു തുടങ്ങുമെങ്കിലും കുറച്ച് അവസാനമായി കഴിഞ്ഞാൽ പിന്നെ 2 അടിയായിരിക്കും കേട്ടോ. ആൻറ്റിൻ്റെ ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ ആൻറ്റി അപ്പം തന്നെ കളിക്കാൻ പോണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ കയ്യോടെ പിടിച്ച് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നാളെ എക്സാം ആയതുകൊണ്ട് ഇത് കുറച്ച് നേരം ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവളെ എനിക്ക് കിട്ടില്ല. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഒരാൾ ബുക്കിൻ്റെ മേലെ വന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ 2ഉം കൂടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ചൂടായതുകൊണ്ട് ഇപ്പോൾ തണുത്ത വെള്ളം സ്റ്റോക്കാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ടാങ്കോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. പിള്ളേരാകുമ്പോൾ ടാങ്ക് കലക്കി കുറച്ച് വെള്ളം ജാസ്തി കുടിച്ചോളുവേ. ടാങ്കിൽ ഞാൻ അല്പം മാത്രം പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും അല്പം മാത്രം ചേർത്തിട്ടാണ് ആക്കാറുള്ളത്. ഞാൻ ടാങ്ക് കലക്കുന്ന സമയത്ത് ഉണ്ടല്ലോ, ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ടാങ്കിൻ്റെ പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും ഇട്ട് ഒന്ന് അടിച്ചെടുക്കും കേട്ടോ മിക്സിയുടെ ജാറിൽ. അതിനുശേഷം വെള്ളം ചേർത്തിട്ടാണ് ആക്കാറുള്ളത്. എല്ലാവരും അതുപോലെയാണോ ചെയ്യാൻ എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അധികം ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്.
അച്ചു ആൻലി ഇതാ രാവിലെ എഴുന്നേറ്റ് ചായയും കുടിച്ച് മാമീൻ്റെ അടുക്ക പോയിട്ടുണ്ടായിരുന്നു. ആൻലി കൂടി ഞാൻ കുറച്ച് അതിൻ്റെ ഇടയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് ആൻലി അപ്പുറം പോയിട്ട് ഇതാ ഞാനിപ്പോൾ തണുത്ത വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി എഴുന്നേറ്റ് വരുന്നുണ്ട്. വെള്ളടിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഇത് ഞാൻ അകടിച്ച് വരാനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ലേറ്റ് ആക്കി കഴിഞ്ഞാൽ അമ്മ ഇപ്പോൾ വരും. അമ്മ പോയി കേട്ടോ. അമ്മ പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നാൽ പിന്നെ ഞാനും അമ്മയും തമ്മിലുള്ള യുദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മ വരുന്നതിനിടയ്ക്ക് ഒന്ന് അടിച്ച് വാരിയിടുന്നുണ്ട്. എനിക്ക് എൻ്റെ റൂം ഇതുപോലെ ക്യാമറയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കർട്ടനും പെയിൻറ്റും എനിക്ക് വളരെ ഇഷ്ടമായിട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ ഓരോ വീഡിയോസിലും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലും ഏകദേശം ഈ ഒരു തീമിൽ അവർ ചെയ്തിട്ടുണ്ട് ഒരു റൂമിലേക്ക്. അപ്പോഴേ ഞാൻ കരുതിയതാണ് എൻ്റെ റൂമിൽ ഈ ഒരു തീം വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ തന്നെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കുറഞ്ഞ ചിലവിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ടവർ പോയി കണ്ടാൽ മതി. നമ്മുടെ വീഡിയോസിൽ ഞാൻ ഇത്തവണ ക്ലീനിങ് മാത്രമായിട്ട് കാണിക്കുന്നില്ല. ക്ലീനിങ്ങും ചെറിയൊരു കുക്കിങ്ങും അതുപോലെ തന്നെ ഞാനൊരു ഡെലിവറിക്ക് പോകുന്നുണ്ട്. അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി എന്തായാലും അറിയിക്കണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകണ്ട. ഞാൻ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക, അല്ലെങ്കിൽ ടിപ്സൊക്കെ ആയിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാൻ വിട്ടുപോകല്ലേ. ഇത് കേട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്താ കുറച്ചെടുത്തിട്ട് മക്കൾക്കും ഞാനും കഴിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് വയറിന് നല്ലതാണല്ലോ. ഇതാകുമ്പോൾ അധികം പുളിയില്ലാതെ തൈരാണേ. ഉച്ചക്കത്തെ ഫുഡ് അടിയും കഴിഞ്ഞ് പിന്നെ എനിക്കതൊരു ഡെലിവറി ഉണ്ട്. അതിനധികം ലേറ്റ് ആവാണ്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്കുള്ള കഴിക്കാനുള്ള ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഉച്ചക്ക് ചോറും കഴിപ്പിച്ചിട്ടാണ് ഞാൻ പോവുക. അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത ഡെലിവറിക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഞാനിത് അമ്മ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഡെലിവറിക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ അടുത്ത് കുറേ ദൂരമുണ്ട്. തളിപ്പറമ്പാണ് ഡെലിവറി വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ സെറ്റപ്പോട് കൂടിയാണ് പോകുന്നത്. ഞാൻ ഇവിടുന്ന് വണ്ടിയിൽ പകുതി വരെ പോയിട്ട് പിന്നെ ആൻറ്റിയുടെ മോനുണ്ടാവും ഒരുമിച്ച്. അവനെ ഞാൻ ഒരുമിച്ചാണ് ഡെലിവറി ചെയ്യുക. നല്ല വെയിലാണ് മക്കളെ. അപ്പോൾ ഞാൻ എൻ്റെ മോൻ മൊത്തം സെറ്റപ്പിലാണ് പോകുന്നത്. കൈക്കൊക്കെ നല്ല കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് വെയിൽ കൊള്ളുകയെന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് വെയിലൊന്ന് കുറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവന് വേറെ പരിപാടികളുണ്ട്. അപ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പോയി വന്ന് ആൻലിക്കും കച്ചുനും എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാമെന്ന് കരുതി വൈറ്റ് സോസ് പാസ്തയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ഒരു സാധനം എപ്പോഴെങ്കിലും കുടുംബം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. വരുന്ന വഴിക്ക് ഞാൻ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചാർജ് ഇല്ലാത്തത് കാരണം ഞാനത് മൊത്തമായിട്ട് ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. മൊത്തം റെഡി ആയിട്ടുള്ള വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായുള്ളൂ. ഫോണിൽ ചാർജ് കുറവായിരുന്നു കേട്ടോ, ലൊക്കേഷൻ ഇട്ടിട്ട് പോയതുകൊണ്ട് തന്നെ. ഗൈസ്, അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻലിക്കും കച്ചനും നല്ല ഇതൊരുപാട് ഇഷ്ടമാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കഴിച്ച് പകുതി ആയപ്പോഴാണ് ശരിക്കും വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത്. ഫോണ് ചാർജിനിട്ടിട്ടാണ് ഉണ്ടായത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കലായിരുന്നു കേട്ടോ. ഇത്തവണ ഉണ്ടാക്കിയ വൈറ്റ് സോസ് പാസ്ത എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതും കമൻറ്റ് വഴി അറിയിക്കാൻ വിട്ടുപോകണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.